ശ്രീ PDT ആചാരി, ഇപ്പോൾ PMC വിഷയത്തിൽ ഭരണകക്ഷിയിലെ തന്നെ ഭരണപക്ഷത്തെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ രണ്ട് തട്ടിൽ തുടരുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് പോലും അതിലൊരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ? എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? അതിപ്പോ ഈ ക്യാബിനറ്റിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് അതിനോട് യോജിക്കാൻ അല്ലെങ്കിൽ അതിനനുകൂലമായി പറയാനും വോട്ട് ചെയ്യാനും ബാധ്യസ്ഥതയാണ് ഉണ്ട് എല്ലാ മന്ത്രിമാർക്കും. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് CPIയുടെ മന്ത്രിമാർ അതിനകത്ത് ക്യാബിനറ്റ് മീറ്റിംഗിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് കേൾക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ വിട്ടുനിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. കാരണം ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അത് മെജോറിറ്റി വഴിയായിരിക്കണം തീരുമാനിച്ചാലും അതിനോട് വിയോജിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ വിയോജിപ്പ് വെളിയിൽ അത് പ്രകടിപ്പിക്കാനോ അത് അനുസരിച്ച് അതിനെതിരായിട്ട് വോട്ട് ചെയ്യാനോ പറ്റില്ല മന്ത്രിമാരായിരിക്കുന്നത്തോളം കാലം. കാരണം ഈ മന്ത്രിസഭയുടെ ഒരു കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ക്യാബിനറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ക്യാബിനറ്റ് ആണ്. അപ്പൊ ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനോടൊത്തു നിൽക്കാനുള്ള ബാധ്യത എല്ലാ മന്ത്രിമാർക്കും ഉണ്ട്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ ഒരുപക്ഷെ വിയോജിക്കാം, എതിരായിട്ട് പറയാം, അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുത്താൽ അത് മെജോറിറ്റി വഴിയായിരിക്കും തീരുമാനം എടുക്കുന്നത്. മിക്കവാറും സാധാരണഗതിയിൽ ഒരു കൺസെൻസസിന്റെ ബേസിൽ തീരുമാനം എടുക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വിയോജിപ്പുണ്ടാകാം. അപ്പം മജോറിറ്റി അനുസരിച്ച് ഡിസിഷൻ എടുക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും അത് നടപ്പിലാക്കാനും അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനും അതിന് അനുകൂലമായിട്ട് സഭയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്യാനും ഒക്കെ അവർ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ 4 മന്ത്രിമാർ ഇനി അടുത്ത നടക്കാനിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വിലയിരുത്താമോ? അതെ. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ക്യാബിനറ്റിൽ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നത്തോളം കാലം മന്ത്രിസ്ഥാനം രാജിവെച്ച് പോവുകയാണെങ്കിൽ വേറെ ഒരു സിറ്റുവേഷനാണ്. അതിനകത്ത് പിന്നെ മറ്റു പ്രശ്നങ്ങളില്ല. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ? ഇല്ല, മാറി നിൽക്കുക എന്ന് പറയുന്നത് കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. കാരണം ക്യാബിനറ്റിന്റെ തീരുമാനം മജോറിറ്റി അനുസരിച്ച് തീരുമാനിക്കും. പക്ഷെ ആ തീരുമാനം ഇവർക്കൂടെ ബാധകമാണ്. കാരണം ഇവര് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് എന്റെ കാര്യം. അപ്പം ഈ ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഈ ഒരു സാഹചര്യവും ഇല്ല. ഗവർണർ ഇടപെടുന്നത് ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് പറയുന്നത് മന്ത്രിമാർ രാജിവെക്കുമ്പോഴാണ്. അത് മുഖ്യമന്ത്രി ഗവർണറോട് ഉപദേശിക്കും, അഡ്വൈസ് ചെയ്യും, പിന്നെ മന്ത്രിമാരെ ഇതിനകത്ത് മാറ്റണമെന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ ആ രാജി സ്വീകരിക്കണമെന്ന് പറഞ്ഞ രാജി ഫോർവേഡ് ചെയ്യും. അത് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ മാത്രമേ ഗവർണർ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിൽ. ശരി, വളരെയധികം നന്ദി ശ്രീ PDT ആചാരി. താങ്കളുടെ പ്രതികരണത്തിന് വിജിൻ വായാന്തോടാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ കേരളത്തിലും SIR